ഹായ് നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി യൂറോപ്യൻ യൂണിയനിലെ എല്ലാ എയർപോർട്ടുകളിലും ഏർപ്പെടുത്തിയിരിക്കുന്ന ചില താൽക്കാലിക മാറ്റങ്ങൾ സെപ്റ്റംബർ 1 മുതൽ പ്രാബല്യത്തിൽ വരികയാണല്ലോ. ഈ സാഹചര്യത്തിൽ അയർലൻഡിലെ ഡബിൾ എയർപോർട്ട് വഴി യാത്ര ചെയ്യുന്നവർക്ക് അറിഞ്ഞിരിക്കേണ്ട സുപ്രധാന മാറ്റങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കുന്നത്. ഡബിൾ എയർപോർട്ടിൽ ഏത് ടെർമിനലിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നതനുസരിച്ച് യാത്രക്കാർക്ക് അതിൻ്റെ നിയമങ്ങൾ അല്പം വ്യത്യസ്തമാണ്. ഈ മാറ്റങ്ങൾ അറിഞ്ഞിരുന്നു അതനുസരിച്ച് നമ്മുടെ യാത്രയിൽ ക്രമീകരണങ്ങൾ വരുത്തിയാൽ നമ്മുടെ യാത്രയിലെ അനാവശ്യമായിട്ടുള്ള ആ കാലതാമസങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കി സുഖമായിട്ട് യാത്ര ചെയ്യാനായിട്ട് സാധിക്കും. എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് നമുക്ക് വീഡിയോയിലൂടെ കണ്ട് മനസ്സിലാക്കാം. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ നിങ്ങൾ വിസിറ്റ് ചെയ്ത് നോക്കുക. അവിടെ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള ടോപ്പിക്കുകളൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കണം. അതോടൊപ്പം നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഉപകാരപ്രദമായ ടോപ്പിക്കുകളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഒന്ന് ഷെയർ ചെയ്തുകൂടി സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ ഈ ടോപ്പിക്കിലേക്ക് കിടക്കാം. ഈ മാറ്റങ്ങൾക്ക് കാരണം യൂറോപ്പിലെ എല്ലാ വിമാനത്താവളങ്ങളിലും C3 സ്കാനറുകൾ സ്ഥാപിക്കുന്നതിനുമായിട്ട് ബന്ധപ്പെട്ടാണ്. ക്യാരി ഓൺ ബാഗേജും ചെക്ക്ഡ് ലഗേജും ഇൻസ്പെക്ട് ചെയ്യാനായിട്ട് എയർപോർട്ടുകളിൽ ഉപയോഗിക്കുന്ന ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു സ്ക്രീനിങ് ടെക്നോളജിയാണ് C3 സ്കാനർ അഥവാ കമ്പ്യൂട്ടഡ് ടോമോഗ്രഫി സ്കാനർ. സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനും സ്ക്രീനിങ് പ്രക്രിയ കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിനും എയർപോർട്ടുകളിൽ ഇപ്പോൾ C3 സ്കാനറുകൾ ഉപയോഗിച്ചു വരുന്നു. അയർലൻഡിലെയും യൂറോപ്പിലെ എല്ലാ വിമാനത്താവളങ്ങളിലും ഈ C3 സ്കാനറുകൾ സ്ഥാപിക്കുന്നതിനാൽ ഡബിൾ എയർപോർട്ടിൽ ഈ C3 സ്കാനറുകൾ സ്ഥാപിക്കുന്നതിൻ്റെ ആ പ്രക്രിയകൾ നടന്നുകൊണ്ടിരിക്കുന്നു. ടെർമിനൽ 2 ഇപ്പോൾ പ്രവർത്തനത്തിലുള്ള എല്ലാ സുരക്ഷാ പാതകളിലും ഈ പുതിയ C3 സ്കാനറുകളാണ് സ്ഥാപിച്ചിരിക്കുന്നത്. എന്നാൽ ടെർമിനൽ 1 കെട്ടിടത്തിൻ്റെ കാലപ്പഴക്കം മൂലം C3 സ്കാനറുകൾ ഇൻസ്റ്റാൾ ചെയ്യുന്നതിൻ്റെ ആ പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ ടെർമിനൽ 1 വഴി യാത്ര ചെയ്യുന്നവർക്ക് ചില മാറ്റങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഡബിൾ എയർപോർട്ടിലെ 2 ടെർമിനലുകളിലൂടെ യാത്ര ചെയ്യുന്ന യാത്രക്കാർക്ക് അവരുടെ ലിക്വിഡ് എയർസോൾസ് ആൻഡ് ജെൽസ് 100 ml താഴെയായിരിക്കണം. എല്ലാ ദ്രാവകങ്ങളും എയർസോളുകളും ജെല്ലുകളും ഹാൻഡ് ബാഗിൽ നീക്കം ചെയ്യാനായിട്ട് എല്ലാ യാത്രക്കാരും തയ്യാറായിരിക്കണം. ടെർമിനൽ 1 ലിക്വിഡുകളും 100 ml താഴെയായിരിക്കണം. അത് വ്യക്തമായ 1 ലിറ്റർ ബാഗിൽ 20 × 20 സെൻറ്റിമീറ്റർ ബാഗിലിടുകയും സുരക്ഷാ ട്രെയിൽ വെക്കുകയും ചെയ്യണം. ഓരോ യാത്രക്കാരനും 1 ലിറ്ററിൻ്റെ ഒരു ബാഗ് മാത്രമായിട്ട് അത് പരിമിതപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളായിട്ട് ലാപ്ടോപ്പുകൾ, ടാബ്ലറ്റ് തുടങ്ങിയവ ബാഗിൽ നിന്ന് മാറ്റി സുരക്ഷാ ട്രെയിൽ വെക്കുകയും ചെയ്യണം. ടെർമിനൽ 2 കാര്യത്തിൽ എല്ലാ ലിക്വിഡ് ഐറ്റംസും 100 ml താഴെ തന്നെ ആയിരിക്കണം. വ്യക്തമായ ബാഗിൽ ഇടുകയും അത് സുരക്ഷാ ട്രെയിൽ വെക്കുകയും ചെയ്യണം. എന്നാൽ ടെർമിനൽ 2 ഒരു യാത്രക്കാരന് കൊണ്ടുപോകുന്ന ബാഗുകളുടെയോ 100 ml കണ്ടെയ്നറിൻ്റെയോ എണ്ണത്തിന് പരിധിയില്ല. അതുപോലെ തന്നെ എല്ലാ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും ഹാൻഡ് ബാഗിൽ തന്നെ വെക്കുകയും ചെയ്യാം. അപ്പോൾ ഡബിൾ എയർപോർട്ടിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന ഈ താൽക്കാലിക മാറ്റങ്ങൾ അറിഞ്ഞ് നമ്മൾ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ യാത്രയിലുണ്ടാകുന്ന ആ കാലതാമസങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കി സുഖമായിട്ട് യാത്ര ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് വിചാരിക്കുന്നു. വീഡിയോയെക്കുറിച്ചുള്ള സംശയങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കുക. ഇത്തരത്തിലുള്ള അയർലൻഡ് വാർത്തകളും വിശേഷങ്ങളുമായിട്ട് പുതിയ വീഡിയോയിൽ പുതിയ ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.